ഹായ്, കൂമ്പിലിട്ട് ഇടിച്ചത് കണ്ടായിരുന്നോ? പെണ്ണുമ്പിള്ളയുടെ കൈയാണെങ്കിൽ ചുമ്മാതിങ്ങനെ ഇരിക്കുക. കൂമ്പിലിട്ട് ഓരോ ഇടി ഇടിക്കുമ്പോഴും സാധനം കറക്റ്റാ സെൻട്രൽ ഇങ്ങനെ ഇരുന്നല്ലോ. കൈ ഫ്രീ അല്ല, അങ്ങോട്ട് രണ്ട് കൈ കൊണ്ടും പിടിച്ച് ഉടച്ച് ചമ്മന്തി മാതിരി ഇങ്ങനെ വെച്ച് ഉടച്ച് വീണമായിരുന്നു. അലറി കൂവി വീട് വിട്ട് ഓടണമായിരുന്നു. ആ ധൈര്യം ആ സ്ത്രീക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാതിരുന്നത്? കാരണം അതിൻ്റെ അടി മനസ്സിൽ ഉറച്ചുപോയി. അടിച്ചാലും ഇടിച്ചാലും ഇവൻ്റെ കൂടെ ഞാൻ ജീവിക്കണ്ടേന്ന്. അങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ പറ്റത്തേയില്ല. എല്ലാവരോടും പറയേണ്ട എനിക്ക് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം എന്ന് പറയുന്നത് ഒരു പാർട്ണർഷിപ്പ്. അത്രയും കരുതിയാൽ മതി. നിനക്കുള്ള അതേ അധികാരം എനിക്കുണ്ട്. ആണും കുറച്ച് കൂടുതലുണ്ട്. കൂടുതലുണ്ടെന്നല്ല, കൂടുതൽ കുറച്ച് ഇമ്പോർട്ടൻസ് എല്ലാം കൊടുക്കും. പല സ്ത്രീകളും കൊടുക്കാറുണ്ട്. അപ്പം അത് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും എനിക്ക് ഇമ്പോർട്ടൻ്റ് തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ തിരിച്ചത് തന്നെ തരും. അത് നല്ല ഒരു ലൈഫായിരിക്കും. ഒന്നും തരാത്ത ഒരു ഭർത്താവ് ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത്, എന്തോരം കൂമ്പിനിട്ട് ഇടിക്കുന്ന ഇടിയെ, എന്തോരം ഇടിയാണ് ഇടിക്കുന്നത്. ചാടി എഴുന്നേക്കണ്ട, മുടി പിടിച്ച് വെച്ചേക്കുക. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നേ. പൊസിഷൻ കറക്റ്റായിട്ടുണ്ട്. ഒരൊറ്റ പിടി പിടിച്ചാൽ രണ്ട് കൈകളും കൂട്ടി പിടിക്കണം. നീ മുടി പിടിച്ചാൽ ഞാൻ നിന്റെ ആയിൽ പിടിക്കും. മുടി പിടിക്കുന്നതിൻ്റെ അല്ല, അവിടെ പിടിക്കുന്നതിൻ്റെ അത്രയും വേദന മുടിയിൽ പിടിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ചുമ്മാ ആണുങ്ങളുടെ അടിയും കൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച്, അല്ലെങ്കിൽ നീ എനിക്ക് ചോറ് തരുന്നുണ്ട്, മീൻകറിയില്ല, നീ വറുത്തതില്ല, കൂമ്പ് തോരനാണോ, പച്ചക്കറിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടിക്കുന്നത്. എന്തോരം അടി. അവർ രാത്രിയിൽ പാതിരാത്രിയിൽ എന്തോ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പോയപ്പോൾ ഇയാൾ പാതിരാത്രി കയറി വന്ന് ഇരുന്നങ്ങ് അടിക്കുമെന്ന് തോന്നുന്നു. അടിച്ച് ആ ചങ്കിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഓരോ അടി അടിക്കുമ്പോഴും സത്യം പറഞ്ഞ് എനിക്ക് എന്നെ അടിക്കുന്ന പോലൊരു ഫീലായി. ആ വേദനയും ഒരു ദേഷ്യവും ഭയങ്കരമായിട്ട് വന്നു. ഇത് ഞാനായിരുന്നില്ല എങ്ങനെ ആയിരിക്കുമെന്ന്. ഞാനായിരുന്നേ ഉടയും, തീർച്ചയായിട്ടും ഉടയും. പേടിച്ച് വെച്ച് പിന്നെ ഒരിക്കലും ആ സാധനം വെച്ച് ഒന്നും ചെയ്യരുത്. അങ്ങനെ ഇത് കളയും. ആര് ചോദിക്കും? ആരും ചോദിക്കത്തില്ല. എന്നെ ഉപദ്രവിച്ച് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ജന്മത്തെ അയാൾ അടിക്കത്തില്ല. ധൈര്യമുണ്ടോ ആർക്കെങ്കിലുമൊക്കെ? ആർക്കും ധൈര്യമില്ല. ആണുങ്ങളുടെ അടിയൊന്നും കൊള്ളേണ്ടവരല്ല പെണ്ണുങ്ങൾ. കുഞ്ഞിനെ പ്രസവിച്ച്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയായി പോയി എന്ന് വിചാരിച്ച് നീ എനിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളൊരു അടിമയാണോ? ഞാനിത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി. വർഷങ്ങൾക്ക് മുന്നേന്ന് വെച്ചാൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു 12, 13 വയസ്സ് കാലഘട്ടം. അത് അന്ന് അതേപോലെ തന്നെ അവിടുത്തെ മകൻ അമ്മയോട്ട് ആ ചോറ് കിച്ചണിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ടേബിളിൻ്റെ മുകളിലിരുന്ന് ഭക്ഷണം കൊണ്ടങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ചമ്മന്തിയും രസവും വഴുതനങ്ങ തോരനും. അപ്പോൾ ഇത് കണ്ടോണ്ടേ, "ഇന്ന് മീൻ വറുത്തില്ലയോ? ഇന്ന് മീൻ കറി ഇല്ലയോ?" എന്ന് ചോദിച്ചു. അവരില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പാവം സ്ത്രീയാണ്. ഞാൻ ആരാണെന്ന് തെളിച്ച് പറയുന്നില്ല. എന്നെ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ മനസ്സിലാവും. കാരണം എപ്പോഴും ഞാൻ അവരുടെ വീട്ടിലാണ്. അപ്പം പെട്ടെന്ന് തന്നെ ആ പാത്രം ഒരൊറ്റയടി, ആ ഒരു ടേബിൾ ഒരൊറ്റയടി 4 ഇവിടുന്ന് ചോറ് ചെതറിപ്പോയി. കിച്ചണിനകത്ത് മുഴുവനും ചോറും രസവും ചമ്മന്തിയും എല്ലാം ചെതറി. വെള്ളമൊക്കെ കൊണ്ടുവച്ച് എല്ലാം എടുത്ത് താട്ടി ദൂരെ കളഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇതുപോലുള്ള ഒരു മകനോ? ഇതാ എനിക്ക് ഈ സംഭവം കണ്ടാൽ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്കാലത്തുള്ളതാ ഇത്. ഇപ്പോൾ ഈ സമ്പ്രദായമൊന്നും ഇല്ല. എവിടെങ്കിലുമൊക്കെ അവിഹിതം നടക്കുന്നതിൽ കെട്ടിവെച്ച് അടിക്കുകയും കാമുകനെയും ചേർത്ത് അടിക്കുകയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയാസിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പം ഇങ്ങനൊരടി, മീൻകറി കൊടുത്തില്ല, ചോറ് കൊടുത്തില്ല, മീൻ വറുത്തതില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കുന്ന അടി ആദ്യമായിട്ട് കാണുക. ഇവൻ പന്നിയാണോ? ഇവൻ പന്നിയല്ല. ഇവൻ്റെ മുഖം നോക്ക്, പശുവിൻ്റെ അകിടാണ്. പിന്നെന്താണ്, ബാഹുബലിയുടെ എന്ന് സൗണ്ട് കൊടുക്കത്തില്ല. ബാഹുബലി പടത്തിനകത്ത് ലാസ്റ്റ് യുദ്ധത്തിലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പേര് 5, 6 പിശാചുക്കൾ പോലുള്ള ആൾക്കാർ, ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള അവരൊരു സൗണ്ട് കൊടുക്കും. ആ സൗണ്ടും ആ ഒരു രൂപമൊക്കെയാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. ഇവർ ആ ഒരു ചീത്ത ഫസ്റ്റ് വിളിക്കുന്ന ചീത്ത കണ്ടായിരുന്നോ? താ വെച്ച്. എന്നുവെച്ചാൽ അയാൾ ചെയ്യുന്ന കാര്യം ആ പെണ്ണുമ്പിളെ അങ്ങ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ
ഡെയിലി ഇങ്ങനെ അടിക്കുന്ന ഒരു ഒരു ഭർത്താവിൻ്റെ കൂടെ ഇവരിങ്ങനെ ജീവിക്കുന്നു. വർഷങ്ങളോളം ഇങ്ങനെ അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിഹിതം പറഞ്ഞ് അടിക്കുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പല കമൻറ്റും ഒക്കെ വായിച്ച് കൊടുക്കുന്നത് നടന്നത് റാന്നിയിലാണ്. അപ്പം വായിച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനാണ് മനസ്സിലായത്. എന്നിട്ടും ഈ പെണ്ണുമ്പിള്ള ഇത്രയും വർഷമായിട്ടും ഈ ഒരു കുരങ്ങൻ്റെ കൂടെ ഇതൊരു മനുഷ്യ മൃഗമാണ്. അപ്പം അയാളുടെ കൂടെ ജീവിച്ചു കൂമ്പിലിട്ടിടിക്കുന്നു. സാധാരണ അടിയല്ല. സാധാരണയൊക്കെ ഒരു 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 ഹസ്ബൻഡും വൈഫും കൂടെ അടി വെച്ചാൽ കന്നത്തിങ്ങനെ മാറി മാറി 2 അടിയൊക്കെ അടിക്കാനുള്ള ചാൻസുണ്ട്. അതൊക്കെയാണ് കൂടുതലും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഈ കൂമ്പിനിടി ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല ഇപ്പൊ ഇത് ജസ്റ്റ് ഇത് ഒരാൾ ഇന്നലെ രാത്രിയിൽ എന്നെ കൂമ്പിനിടിച്ച് സാറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത് തെളിവോടായപ്പം കുഴപ്പമില്ല. ചിലപ്പം ഇന്നയാൾ മുടന്തി പോകുന്നത് കണ്ട്. ഏതോ ഒരു പോലീസുകാരൻ കയ്യിലങ്ങോട്ട് കിട്ടുമ്പോഴേ കാല് പിടിച്ചങ്ങ് ഉടയ്ക്കണം. ഞാൻ പിടിയേൽ ഇങ്ങോട്ട് വന്നോണേ താഴെ വീണ് കാലുടഞ്ഞെന്നങ്ങ് പറഞ്ഞേക്കണം. ഉടച്ച് വീഴണം. അവിടെ കിടന്നങ്ങോട്ട് തൂറിയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചൊക്കെ അങ്ങ് മാറും. പിന്നെ ഈ പെണ്ണുമ്പിള്ളയ്ക്കൊക്കെ ആണെങ്കിൽ ഇയാൾ അടിക്കുമ്പോൾ അന്നേ ആ അടി കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ ഇയാൾ ഉറങ്ങാനൊക്കെ വരത്തില്ലേ, അപ്പോൾ അങ്ങോട്ട് കാല് ഓങ്ങി അങ്ങോട്ട് അടിച്ച് ചതച്ചങ്ങ് കളയണം. ആ ഒരു വേദന, ആ ഒരു ഓർമ്മയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇയാൾ പിന്നെ ഉറക്കത്തിൽ കൂടി ജാഗ്രതയായിരിക്കും. ദൈവമേ ഇനി ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ കഴുത്തും തോലും വെട്ടിയാലോ എന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതലും ഈ ഭാര്യമാരൊക്കെ എന്താ പിന്നെ ഭർത്താവിൻ്റെ അടി കൊള്ളണ്ട. എനിക്ക് അങ്ങനെയാണ് കാരണം കൂടുതലും നമുക്കതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും അടി കൊണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡൊന്നും എന്നെ അടിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് അതിൻ്റെ ഭയങ്കര അഹങ്കാരമുണ്ട്. ഭയങ്കര സ്നേഹമാണ്. എന്ത് പറയണം, ജീവൻ പോകുന്ന സ്നേഹമാണ്. അതിൻ്റെ ഭയങ്കര അഹങ്കാരമാണ്. എൻ്റെ ബന്ധുക്കൾക്കെല്ലാം ഭയങ്കര കുശുമ്പാ അതുകൊണ്ട്. ഭാര്യ എന്ത് പറഞ്ഞാലും കേൾക്കും, എന്ത് പറഞ്ഞാലും കേൾക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കുശുമ്പുണ്ട് അവർക്ക്. ഞാനൊരു പാവമാണ്. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം. എന്നെ അടിമയാക്കത്തില്ല, പക്ഷേ എനിക്ക് അടിമയായിട്ട് ജീവിക്കണം. അതൊരു സ്വർഗ്ഗമാണ്. അത് മനസ്സിലായവർക്ക്, മനസ്സിൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. അപ്പം ഇതുപോലൊക്കെ നമുക്ക് കാണുമ്പം ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇതിനകത്ത് എനിക്ക് പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ അടി വാങ്ങുന്നു, ഇന്ന് അടി വാങ്ങുന്നു, ആ ബെഡിൽ കിടന്ന് അടി വാങ്ങുന്നു, നാളെ ആ ബെഡിൽ തന്നെ ആലോചിച്ച് നോക്കിയേ, അതെങ്ങനെ സാധിക്കും ഇയാൾക്ക്? ഇനി അടിച്ചായിരിക്കും അത് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതൊരു പോയിന്റ്. അപ്പം ഇത് ഇല്ല അത് അവൾ അത്രയും അടി വാങ്ങുമ്പം ഈ ഒരു ഭർത്താവിൻ്റെ കൂടെ സ്നേഹത്തിൽ നിർഭരമായിട്ടൊരു നിമിഷങ്ങൾ ഇരിക്കുമ്പം ഇവർക്ക് ഈ അടി വാങ്ങിയത് ഈ നെഞ്ചിലിട്ട് ഇങ്ങനെ ഈ കൂമ്പിനിട്ട് ഇങ്ങനെ ഇടിക്കുന്ന ഇടി ഓർമ്മ വരത്തില്ലേ? ഇത്രയും വർഷങ്ങൾ അയാളുടെ കൂടെ ജീവിച്ചെന്നൊക്കെ പറയുന്നു. അപ്പം അതൊരു പോയിന്റാണ്. ഭയങ്കരമായിട്ടൊരു പോയിന്റാണ്. നമ്മളിപ്പോൾ വെറുത്ത് നമ്മളെ ഇത്രയും അടിക്കുന്ന ഒരാളോട് പിന്നെയും നമ്മൾ ജീവിക്കേണ്ട വരുന്നു, അയാളുടെ കൂടെ കിടക്കേണ്ട വരുന്നു. അതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. ഭയങ്കരമായിട്ടൊരു പോയിന്റാണ് അത്. പിന്നെ വേറെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടി വാങ്ങുന്നു, പൊസിഷനൊക്കെ കറക്റ്റായിരുന്നു. പിടിച്ച് വെച്ച് ഉടച്ച് അങ്ങ് ചതച്ച് അങ്ങ് ഉടച്ച് കാണണം. മുട്ടയൊക്കെ പിന്നെ ഉണ്ടാവരുത്. അങ്ങനെ ചെയ്യണമായിരുന്നു. അതും അവർ ചെയ്തില്ല. അപ്പം ഇത് ഒരു പോയിന്റാണ്. പിന്നെ അഡ്വൈസ് ഇതൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഇനി കല്യാണം കഴിക്കും നിങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ജോലി ഒക്കെ വെച്ചോണം. ചെറിയൊരു ജോലിയായാലും ജീവിക്കാനുള്ള നമുക്ക് ജീവിക്കാൻ ഒരാൾ ഭർത്താവിനെങ്കിലും ജീവിക്കാനുള്ള ജോലി വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം ഈ പെണ്ണുമ്പിള്ള ഇയാളെ വിട്ടു പോകാൻ തന്നെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങനെ നോക്കും, എൻ്റെ ചിലവ് എങ്ങനെ നടക്കും എന്നൊക്കെ. അപ്പോൾ കണ്ട ഓരോ കാര്യത്തിനും കണക്ക് പറയുന്നത്, അതിന് പൈസ തന്നില്ലേ, ഇതിന് പൈസ തന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരും പോലീസും എല്ലാം ഇതിന് ഇടപെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരൊന്ന് ഇങ്ങോട്ട് പറയും, ഇതൊരു ഫ്രാങ്കായിരുന്നു, അത് ഇടിയല്ലായിരുന്നു, അത് ചുമ്മാതെ ഫ്രാങ്ക്, ചുമ്മാതെ ആക്ഷനായിരുന്നു, ഞങ്ങളൊരു പ്രശ്നമില്ലെന്നേ, എന്തോരം സ്നേഹ എന്ന് വേണമെങ്കിൽ പറയും. ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട്. നമ്മളിങ്ങനെ ഭാര്യയും ഭർത്താവും വഴക്കടിക്കുന്നിടത്ത് പോയി, ഞാനല്ല നമ്മൾ ഈ അയൽവക്കമൊക്കെ കാണുമല്ലോ, ഭയങ്കര വഴക്കായിരിക്കും, കേസ് വരെ നടക്കും, പോലീസ് വരെ കൊണ്ടുപോകും. അടുത്ത നാൾ ഭാര്യ പോയി അവിടെ പറയും, ഒരു പ്രശ്നമില്ല സാറേ, ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, എന്തോ ഒരു ചുമ്മാ അതൊന്ന് അങ്ങ് വിട്ടാരെ സാറേ എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കെല്ലാം ഇതൊരു ഇതാണ്. എന്തുവായാലും ഇപ്പം ഭാര്യമാരെ നിങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉറക്കത്തിലടിച്ചാലേ നിങ്ങൾ
ഒന്നും വിചാരിക്കണ്ട. ഉറങ്ങി കിടക്കുമല്ലോ. അടി, ശരിക്കടി. കൊല്ലരുത്. വിഷമൊന്നും കൊടുക്കരുത്. പല ആൾക്കാരും വിഷം കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊന്നും ചെയ്യരുത്. കാരണം എന്തിനാ ജയിലിൽ പോകുന്നത് നമ്മള്? അവരെല്ലാം കൊന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടിച്ചാലേ. ഒരു നല്ലൊരു പാർട്ണർഷിപ്പാണ് ഈ മാരേജ്. 2 പേർക്കും ഒരേ അവകാശമാണ് ഉള്ളത്. പിന്നെ ഭാര്യയെ കുറച്ച് ഒരു സ്നേഹത്തിൻ്റെ പേരിലായാലും എന്തെങ്കിലും ഒരു കാര്യത്തിലായാലും ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇവളെനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിലും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, സ്നേഹവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ. അത് നല്ലതായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് തിരിച്ചും കൊടുക്കും. അപ്പോഴാണ് ആ ലൈഫ്, ആ ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ കണ്ടിന്യൂ ആയി പോകത്തുള്ളൂ. അല്ലാതെ കൂമ്പിനിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൂമ്പിനിടിയും കൊണ്ട് ഇരിക്കരുത് ആരായാലും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കൂമ്പിന് ഇടിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ആണുങ്ങൾക്ക്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇവർ ഫസ്റ്റേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര അടി. 1 ടൈം 2 ടൈം 3ാമത്തെ ടൈം തിരിച്ച് കൂമ്പിന് നിങ്ങൾ അടിച്ചു. എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിയാണ്, വേറെ ഒന്നും തോന്നുന്നില്ല. താങ്ക് യു.